ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഖലീഫ സിനിമയുടെ ഒഫീഷ്യൽ ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ചെയ്യുക, ബോളിവുഡിലേക്ക് അടുക്കരുത്. ഇതാണ് നമുക്ക് ബർത്ത്ഡേ ആയിട്ട് ഒരു പറയാനുള്ള ഉപദേശം. തീർച്ചയായിട്ടും ചെയ്യാനുള്ള മലയാള സിനിമകൾ പറയണ്ടല്ലോ, അതൊക്കെ ഇങ്ങോട്ട് ചെയ്യും. എന്തായാലും ഒരുപാട് കാലമായിട്ട് കാത്തിരുന്നൊരു സിനിമയാണ് പോക്കിരി രാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖും നമ്മുടെ പൃഥ്വിരാജും ഒരുമിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടുതലാണ്. അനൗൺസ് ചെയ്തിട്ട് തന്നെ 3 വർഷമായി തോന്നുന്നു അല്ലേ? 3 വർഷത്തിനൊക്കെ മുകളിലായി. ഇപ്പാണ് ഷൂട്ട് തുടങ്ങിയതെന്നേ ഉള്ളൂ. അതെ, അതിന്റെ ഇടയ്ക്കാണ് ടർബോയൊക്കെ ചെയ്ത് തീർത്തത്. അതിനിടയിൽ ഇഷ്ടം പോലെ 3 സിനിമ ചെയ്തല്ലോ. പിന്നെ നൈറ്റ് ഡ്രൈവ്, പിന്നെ എന്താണെങ്കിലും ഗ്ലിംസ് വന്നിട്ടുണ്ട്. കാണാം. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾ കണ്ടതാണല്ലോ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ മുന്നിൽ. എന്തായാലും നോക്കാം വൈശാഖ് സാർ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് സ്ക്രിപ്റ്റ് ഇത്രയും കട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയാലോ. ഓക്കെ, സംഭവം ഇത് ഭയങ്കര പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. കാരണം ഗ്ലിംസ് ഇന്നലെ അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു 50 സെക്കൻഡിന്റെ ഉള്ളിൽ സെക്കൻഡുകളാണ് പ്രതീക്ഷിച്ചത്. ഒരു 30 സെക്കൻഡ് ഒക്കെ ഉള്ള ഒരു സാധനം. ഇതിപ്പോ എത്ര 3 മിനിറ്റിന്റെ അടുത്ത്. 2:51 3 മിനിറ്റ് തന്നെ അങ്ങനെ കൂട്ടാം. അപ്പൊ അറിഞ്ഞു തന്നെ, കരുതി തന്നെ അല്ലേ? എന്തായാലും ജിനു എബ്രഹാം ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. പിന്നെ ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക്. കാണട്ടെ. ഓക്കെ. In what seems like a plot straight out of a movie script, police and customs officials have unearthed a multi-million-dollar gold smuggling racket operating out of the Middle East through networks in London, Nepal and Kerala. Though details remain unclear, an arrest... ഇപ്പെന്തായി ഹംസേ പെട്ടല്ലോ ആമർ. ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്തെ എവിടെ കാലെടുത്ത് കുത്തിയാലും അപ്പ പൊക്കി അകത്തിടാം. അതാ ഈ കോഫി പോസ്റ്റ് എടുക്കുന്നത്. പണിക്കർ സാർ എങ്ങക്കറിയൂ ഈ നാട്ടിൽ എങ്ങനെ കൊഫെ പോസ ഉണ്ടായെന്ന്? അങ്ങ് വടക്ക് സുക്കൂർ നരയൻ ബാക്കിയും ഹാജി മസ്താനും, ഇടത്തേക്ക് മുതലിയാരും, പിന്നെ മാമ്പറയ്ക്കൽ അമ്മദാരി. അന്നീ 4 ആളെയും കൊണ്ട് ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസ്സിസ് ഗാന്ധി. അങ്ങനെ ഒരു 74 പാർലമെന്റ് കൊഫൈ പോസ പാസ്സാക്കുന്നത്. എന്നിട്ട് ആ പോസമേൽ ഒരു 1/2 മണിക്കൂർ അമ്മദാലിനെ പിടിച്ച് അകത്തിടാൻ ഓരെക്കൊണ്ടായിട്ടില്ല സാറേ. ആ അമ്മദാലിന്റെ പേരക്കുട്ടിയാവൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്. വേറെ ലെവലായിട്ടോ കേട്ടോ. അത്രയും വെയിറ്റ് ചെയ്യണല്ലേ എന്റെ മോനെ. ഇങ്ങനത്തെ സാധനം കിട്ടിട്ട് നിങ്ങൾ ഓണത്തിനൊക്കെ റിലീസ് വെക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാത്തിരിക്കണേ. ഏതാ ടീം കേട്ടില്ല സംഭവം. എന്താ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഗ്ലിംസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇനി അതായത് ഇന്ന് പൃഥ്വിരാജിന്റെ ബർത്ത്ഡേ ആണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഇന്ന് വരും. ആൾറെഡി അനൗൺസ് ചെയ്തതുണ്ട്. അതായത് ഇന്ന് ഗ്ലിംസും ഫസ്റ്റ് സിംഗിളൊക്കെ വരാറുണ്ട്. ഒന്നും ഇതിന്റെ അടുത്തെത്തൂല. അത്
ഒരു പണത്തൂക്കം മുന്നിൽ എന്നൊക്കെ പറയില്ലേ, അതെ. ആ സാധനം തന്നെയാണ്. അത് രാവിലെ തന്നെ സാധനം കൊന്നു. ഇനി ഇതിന്റെ ചോട്ടിലേക്കേ ഉള്ളൂ, ബാക്കിയല്ല. എന്തും അല്ല, ഇനി അതന്നെ സംഭവിക്കുള്ളൂ. അതായത് ആദ്യം വന്നത് ആദ്യമായിട്ട്, അതെ. ഇനി അതിന് താഴേക്ക് മറ്റുള്ള ഇനി അടിയിലടിയിൽ ഇങ്ങനെ ഓരോ പേരുകൾ ഇട്ടങ്ങ് പോയാൽ മതി. എന്താണെങ്കിലും ഖലീഫ തൂക്കി. ഇനി മലയാള സിനിമയിൽ ഒരുപാട് കാത്തിരിക്കുന്ന വലിയ സിനിമകളുണ്ട്, അതിലേക്ക് ഇതാ ഖലീഫയും കൂടി. അതായത് ഇതിന്റെ എക്സൈറ്റ്മെന്റ് നമുക്ക് ഭയങ്കര ആയിരുന്നു, പക്ഷെ ഇത് കണ്ടപ്പോ കയറിയത് വേറെ ലെവലിലേക്കാണ്. അതാ പറഞ്ഞേ, ഇതിന്റെ മേക്കിംഗ് കൊണ്ടും ഇങ്ങനത്തെ ഒരു സാധനമായിരിക്കും എന്നുള്ളത് നമ്മളെ ചിന്തയിൽ പോലും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് സിനിമയുടെ ഒക്കെ അതെ, ഒരു ട്രെയിലറൊക്കെ കണ്ടു തീർന്ന എങ്ങനെ ഉണ്ടാവും ആ ഒരു വൈബ്. എന്താ ലുക്ക് പൃഥ്വിരാജ്, ഒട്ടുക്കത്തെ ലുക്കിലാണ്. കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു അത് കൊടൂര ഫൈറ്റും. എനിക്കതൊന്നുമല്ല, എനിക്ക് വല്യപ്പയ്ക്ക് കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ. മോനെ അതാരാണാവോ, അതാരാണെന്നുള്ളത് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. അതിന് കൊടുത്ത അതിലൊരു തീരുമാനമായിട്ടില്ല, ഇതുവരെ ഇതിലെത്തിയിട്ടില്ല, കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല കേട്ടോ, ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങളോട് വൈശാഖ് സാർ അത് വെളിപ്പെടുത്തിയായിരുന്നു, അത് ആരായിരിക്കും എന്നുള്ളൊരു സാധ്യത. പക്ഷെ അതൊക്കെ ആയിട്ട് വന്നാല് ഇപ്പൊ ഈ കൊടുത്തൊരു ബിൽഡപ്പും കൂടി കാണുമ്പോഴേ ഓ എൻച പൊന്നെ എന്നാണ് നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്. എന്താണെങ്കിലും ഭീകര സാധനം, ഗംഭീര സാധനം. എഡിറ്റർ ചാവൻ ചാക്കോ, ജോമൻ ടി ജോണ് സിനിമാറ്റോഗ്രാഫി, ജെയിംസ് ബി ജോയ് മ്യൂസിക്, യാനിക് ബെന്ന് ഫൈറ്റ്, വൈശാഖ് സാറ് സംവിധാനം, പൃഥ്വിരാജ് എന്ന നായകൻ, എല്ലാരും കൂടെ കൂടിയിട്ട് അങ്ങോട്ട് അർമാദിച്ചേക്കുക. മലയാള സിനിമയെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉദ്ധരിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു രക്ഷയില്ലാട്ടോ, ഭീകര സാധനം. കാത്തിരിക്കുകയാണ് ഇനി ഖലീഫയുടെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. ഗംഭീരം ഗംഭീരം, വേറെ വർത്താനം ഒന്നും ഇല്ലെന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ഇന്നത്തെ ദിവസം ഖലീഫ തൂക്കി. അതിനകത്തേക്ക് ഇനി വെക്കാൻ വേറെ ഏത് വന്നിട്ടും കാര്യമില്ല. ഈ ഒരൊറ്റ സാധനം കൊണ്ട്, അതായത് ചിലത് മാത്രമേ ഇങ്ങനെ ഗ്ലിംസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടീസർ കൊണ്ടൊക്കെ മാരക തൂക്കലുള്ളൂ. അതെ, ഇത് അപാരം, ഒരു രക്ഷയില്ല, ഭീകരം. അത് ഒരു ട്രെയിലർ കണ്ട് എണീറ്റിരുന്ന എങ്ങനെ ഉണ്ടാവും. അതാണ് ആദ്യം ഒരു ഇംഗ്ലീഷ് സിനിമേന്റെ ഒക്കെ ട്രെയിലർ നമ്മൾ കാണൂലേ. ഇപ്പൊ പാടെ എടുത്തു പറയാൻ പെട്ടെന്ന് പേര് ഞാൻ ആലോചിക്കുന്നത് അറിയോ, UK ആകെ കുറച്ച് ദിവസമേ 10 ദിവസമോ ആകെ കുറച്ച് ദിവസമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കേരളത്തിൽ കുറച്ച് 2 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ സാധനം വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഇറക്കി വിട്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ഇതൊക്കെ 10 ദിവസം കൊണ്ട് ഇത്ര ഷൂട്ട് ചെയ്തോ? ഇത്രയല്ല, അപ്പൊ എത്ര ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇത്രയൊന്നും അല്ലല്ലോ, ഇതാകെ ഇതിന് വേണ്ടിയിട്ട് അറിയാം. അപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായിരിക്കും 10 ദിവസം കൊണ്ട്. മാസ്റ്റർടാ. അപ്പം കാത്തിരുന്നു, ഒരു വെടിച്ചിൽ അടാർ ഐറ്റം വരുന്നുണ്ട്. അപ്പം ഓണത്തിന് 2026 അതാണ് ഒരു എല്ലാരും വഴിമാറിക്കോ, ഒരു നീണ്ട കാത്തിരിപ്പ് ആയില്ലേന്നറിയോ. ഒരു നീണ്ട കാലയളവിന്റെ സൂചനയാണത്. സമയമെടുത്ത് മാറിക്കോ, അന്ന് ഖലീഫ മാത്രം വരുന്നു. ആരും അതിനു വേണ്ടി കാത്തിരിക്കണ്ട. അതായിരിക്കൂല എന്താണെങ്കിലും. പക്ഷെ എന്തായാലും ക്ലാഷ് ഭീകരമായിട്ടുണ്ടാവും. പക്ഷെ ഒരു അതിന് ഒരു പ്രത്യേക ഒരു സ്ഥാനം ഇപ്പൊ തന്നെ എഴുതപ്പെട്ട് കഴിഞ്ഞു. അതായത് 2026 ഓണത്തിന് ഖലീഫ ഉണ്ടാവും എന്നുള്ളത്. ആമിർ അലി എന്ന് എഴുതി കാണിക്കുന്നതിന് മുമ്പ് ആളുടെ ഒരു ആ പെടപ്പിക്കലുണ്ട്, ഗംഭീരമാണ്, മൊത്തത്തിൽ സൂപ്പർ. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. അത്രല്ലേ.